അമേരിക്കയിൽ അടച്ചുപൂട്ടൽ 39-ാം ദിവസത്തിൽ അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കാൻ ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശം റിപ്പബ്ലിക്കൻ നേതൃത്വം തള്ളി. വാഷിംഗ്ടണിൽ തന്നെ തുടരാൻ സെനറ്റുമാരോട് ട്രംപ് നിർദ്ദേശം നൽകി. അതേസമയം വ്യോമയാന മേഖലയിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു. സോന, 39-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അമേരിക്കയിലെ അടച്ചുപൂട്ടൽ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കടന്നിരിക്കുകയാണ്. അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കാനായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ നേതൃത്വത്തിൽ നൽകിയ ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശമാണ് റിപ്പബ്ലിക്കൻ നേതൃത്വം തള്ളിയിരിക്കുന്നത്. കൂടാതെ വാഷിംഗ്ടണിൽ തന്നെ തുടരാനാണ് സെനറ്റർമാരോട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതേസമയം ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വ്യോമയാന മേഖലയിലാണ്. അവിടെ കടുത്ത രൂക്ഷമായ പ്രതിസന്ധിയാണ്. ജീവനക്കാരുടെ കുറവ് കാരണം തന്നെ 10% വിമാന സർവീസുകളാണ് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 1000-ലധികം വിമാന സർവീസുകളാണ് വിവിധ എയർലൈനുകൾ നിർത്തലാക്കിയിരിക്കുന്നത്. പ്രധാനമായും ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവും എയർപോർട്ടിലെ സർക്കാർ ജീവനക്കാർ അവധിയിൽ ആയതുമാണ് ഇതിന് പ്രധാനമായും കാരണമായി പറയുന്നത്. മാത്രമല്ല, ഇന്ന് തന്നെ ഏകദേശം 4% ഫ്ലൈറ്റുകളാണ് സർക്കാർ നിർത്തലാക്കിയതെന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. അടുത്ത ആഴ്ച മുതൽ ഇത് 10% വരെ ആകുമെന്നും പിന്നീട് ഷട്ട് ഡൗൺ നീണ്ടാൽ ഇത് 20%-ലേക്ക് എത്തുമെന്നുമാണ് ട്രാൻസ്പോർട്ടർ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒക്ടോബർ 1-നാണ് ആദ്യമായി അമേരിക്കയിൽ ഷട്ട് ഡൗൺ നിലവിൽ വന്നത്. സർക്കാർ ചിലവുകൾക്കായിട്ടുള്ള ഈ ധന അനുമതി ബില്ല് സെനറ്റിൽ പരാജയപ്പെട്ടതോടെയാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും കനത്ത പ്രതിസന്ധിയിലാണ് അമേരിക്ക കടന്നുപോയിരിക്കുന്നത്. 39-ാം ദിവസത്തിലേക്ക് ഈ സർക്കാർ ഷട്ട് ഡൗൺ നീളുകയാണ്. പ്രധാനമായിട്ടും ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശം റിപ്പബ്ലിക്കൻ നേതൃത്വം തള്ളിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ തന്നെ തുടരാനാണ് ഇതുമൂലം അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത് വ്യോമയാന മേഖലകളിലാണ്. കൃത്യമായിട്ടും 10% വിമാന സർവീസുകൾ നിർത്തലാക്കാൻ സർക്കാർ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1000-ഓളം വിമാന സർവീസുകളാണ് വിവിധ എയർലൈനുകളുടെ നേതൃത്വത്തിൽ നിർത്തലാക്കിയിരിക്കുന്നത്. ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവും എയർപോർട്ടിലെ ജീവനക്കാർ അവധിയിൽ പോയതുമാണ് ഇത്രയും പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ദീപ്തി, ശരി. അമേരിക്കയിൽ അടച്ചുപൂട്ടൽ 39-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കാൻ ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശം റിപ്പബ്ലിക്കൻ നേതൃത്വം തള്ളിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ തന്നെ തുടരാൻ സെനറ്റുമാരോട് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വ്യോമയാന മേഖലയിൽ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. ജീവനക്കാരുടെ കുറവ് കാരണം 10% വിമാന സർവീസുകൾ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി 1000-ലധികം വിമാനങ്ങൾ വിവിധ എയർലൈനുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ട്രാഫിക് കൺട്രോളർമാരുടെ കുറവും എയർപോർട്ടിലെ സർക്കാർ സുരക്ഷാ ജീവനക്കാർ അവധിയിൽ പോയതുമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയത്. ഇന്ന് 4% ഫ്ലൈറ്റുകളാണ് സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഇത് 10%-ആയി വർദ്ധിപ്പിക്കുമെന്നും ഷട്ട് ഡൗൺ നീണ്ടാൽ 20% വരെ നിർത്തലാക്കുമെന്നും ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി അറിയിച്ചു. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.